മുസ്ലിം സംഘടനകൾ പശുവിനെ ദേശീയ മൃഗമാക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചതായി വാർത്തകൾ കാണാനിടയായി. ആ കാർഡ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. 2-3 ദിവസമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ വലിയ പൈതൃകം പേറുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ വലിയ വികാരമാണ് പശുവെങ്കിൽ അതിനെ ഇനി ഇങ്ങനെ പാഴാക്കുന്നതിൽ അർത്ഥമില്ല. അതിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുകയും അതിനെ പരിപാലിക്കുന്നതിനൊരു ചട്ടമുണ്ടാക്കുകയും ഒക്കെ വേണം. എന്നുവെച്ചാൽ വെറും തുറസായ സ്ഥലങ്ങളിൽ അഴുകിയ രീതിയിൽ, ബുദ്ധിമുട്ടുള്ള രീതിയിൽ, തെരുവുകളിൽ അലയുന്ന രീതിയിലൊന്നും പശുക്കളെ കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിന് പ്രത്യേക ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കി സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ പാല് കറക്കുമ്പോൾ അഥവാ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിന് വേദനിക്കുന്നുണ്ടോ, എത്ര നാൾ വരെ പിഴിയാം, കുഞ്ഞിന് എത്ര നാൾ വരെ അതിന് പാല് കൊടുക്കണം അടക്കമുള്ള കുറേ ചട്ടങ്ങളും സംഗതികളുമൊക്കെ ഉണ്ടാക്കുന്നത് ഏറ്റവും ഗുണകരമായ കാര്യമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അഭിപ്രായം. അത് നല്ലതുമാണ്. പക്ഷേ അത് ചെയ്യാൻ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം അതിനോടൊപ്പം ചേർത്ത് വെച്ച് എനിക്കൊരു നിർദ്ദേശം കൂടി പറയാനുണ്ട്. ഈ മുസ്ലിം സമുദായ സംഘടനകൾ നിർബന്ധമായും നമ്മുടെ നാട്ടിൽ നിന്ന് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളെ സമീപിച്ചിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അവരോട് പറയണം, ഈ വലിയ പെരുന്നാളൊക്കെ ആവുമ്പോൾ ഞങ്ങളുടെ ഈ മൃഗബലിക്ക് ആവശ്യമായ സംഗതികൾ കൂടി ആരെയെങ്കിലും 3-4 ഇതിനെ അറുക്കാൻ കഴിയുന്നവരെ നിയോഗിച്ച് അറുത്ത് പാക്കറ്റുകളാക്കി നിങ്ങളുടെ ഔട്ട്ലെറ്റുകളിൽ വെച്ച് ഈ വരുന്ന ഞങ്ങൾ കൂപ്പൺ കൊടുക്കുന്ന ആളുകൾക്കൊന്ന് കൊടുക്കാനൊരു ഏർപ്പാടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവരത് പൊന്നുപോലെ ചെയ്തു തരും. ഒരു സംഖ്യകളും തടയുകയില്ല. കാരണം എന്താ, ഈ എക്സ്പോർട്ടിലും ഈ മേഖലയിലും എല്ലാം ഉള്ളത് നല്ല വിളഞ്ഞു മൂത്ത സംഖ്യകളാണ്. അവരുടെ കയ്യിൽ നിന്നും പാർട്ടി ഫണ്ട് സ്വീകരിക്കാറുണ്ട്. അത് പലതും നടത്തിക്കൊണ്ട് പോകുന്നത് പല ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും അവരുടെ ബന്ധുക്കളും അവരുടെ ബിനാമികളുമാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ഇത്രയും വർഷം ഭരിച്ചിട്ടും ഇന്ന് ലോകത്തിലെ 2ാമത് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. 2ാം സ്ഥാനം. എന്നാലോചിച്ച് നോക്കൂ, വേൾഡ് റിക്വയർമെൻറ്റിൻ്റെ സപ്ലൈയിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പോൾ എത്ര ഗോമാതാക്കൾ ഇവിടെ നിന്ന് കയറി പോകുന്നുണ്ടാവും വേദനയോടെ. എന്ന് മാത്രമല്ല, അത് എത്തുന്നത് അന്യ ഭാഷകളിൽപ്പെട്ട, അന്യജാതിയിൽപ്പെട്ട, അന്യവംശത്തിൽപ്പെട്ട മനുഷ്യരുടെ തീന്മേശകളിലേക്കാണ്. ചിലരതിനെ മദ്യപിക്കുന്നതിന് ടച്ചിങ്സായിട്ട് ഉപയോഗിക്കുന്നു, പാർട്ടികളിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തടയപ്പെടേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ പറഞ്ഞ ഏർപ്പാട് ചെയ്താൽ വേണമെങ്കിൽ ഇവർ വണ്ടിയിൽ അകമ്പടിയായി കൂടെ വന്ന് ഈ ഒളുഹിയ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ പോലീസ് സംവിധാനത്തോടെ ഇത് വിതരണം ചെയ്യുന്നതിനുള്ള ഏർപ്പാടുണ്ടാവും. അതുകൊണ്ട് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ഇങ്ങനെ പൊതുവിൽ ആവശ്യപ്പെടാതെ കോടതികളെ കൂടി സമീപിക്കേണ്ടതാണ്. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ച് അതിന് ഒരു സവിശേഷമായ പരിഗണന നൽകി ചട്ടങ്ങളുണ്ടാക്കി വകുപ്പുകളുണ്ടാക്കി സംരക്ഷിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ ഒളുഹിയ പോലെയുള്ള ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ നടത്തുന്നതിന് ഈ സംഘപരിവാർ മുതലാളിമാർ നടത്തുന്ന ഈ ബീഫ് കട്ടിംഗ് സ്ഥാപനങ്ങളെ കൂടി ഏൽപ്പിച്ചാൽ വളരെ ഭംഗിയായി ആ ഒരു വിഷയത്തിന് ഒരു അന്ത്യം ഉണ്ടാവും. ഇതിപ്പോൾ നടക്കുന്നത് എന്താ? ഇതിൻ്റെ കച്ചവടം നടക്കുന്നു, ഇത് കയറ്റി അയക്കുന്നു, ഇതിൻ്റെ വീതം വാങ്ങിക്കുന്നു, ഇതിൻ്റെ ലാഭം കൊയ്യുന്നു. എന്നിട്ടോ തെരുവിലൊക്കെ കുറേ പാവങ്ങളായ മനുഷ്യരെ അടിച്ചു കൊല്ലുകയും ചെയ്യുന്നു. ഇത് നല്ല വൃത്തിയായിട്ട് കഴിക്കുന്നു, വിദേശത്ത് പോയും കഴിക്കുന്നു, ഈ കമ്പനികളിൽ നിന്ന് ഡൊണേഷൻ വാങ്ങുന്നു, എല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് നിർബന്ധമായും ഈ കാര്യത്തിൽ പ്രസ്താവനകൾക്കപ്പുറത്ത് കോടതിയെ സമീപിച്ച്, കോടതിയൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് എന്ത് ഉത്തരവും തരാൻ റെഡിയായിരിക്കുകയാണ്. പശുവിനെ ഗോമാതാവായി പ്രഖ്യാപിച്ച് അതിനെ ദേശീയ മൃഗമാക്കി, വേണമെങ്കിൽ വാഴ്ത്തപ്പെട്ട മൃഗമാക്കി പ്രഖ്യാപിച്ച് അതിനെ സൗകര്യപൂർവ്വം ശക്തിപ്പെടുത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതൊരു അനിവാര്യമായ കാര്യവുമാണ് ഇന്ത്യയിൽ. കാരണം വെറുതെ ഒരു കാര്യത്തിന് വേണ്ടി കുറേ പാവങ്ങളായ മനുഷ്യർ അടിയും കൊണ്ട് പുളിയും കുടിച്ച് തെരുവിൽ കിടന്ന് മരിക്കേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാനാവും.